നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. സിനിമാ താരങ്ങൾ പ്രതികളായ എത്രയോ ലഹരി കേസുകൾ, സ്പോട്ടിൽ ലഹരിയുമായി പിടികൂടപ്പെട്ട താരങ്ങൾ, സെറ്റുകളിൽ അടിച്ചുകിറങ്ങി അലമുണ്ടാക്കുന്ന താരങ്ങൾ, ലഹരിയുടെ അമിത ഉപയോഗം മൂലം ഷൂട്ടിംഗ് പോലും മുടങ്ങുന്ന സംഭവങ്ങൾ. സിനിമയ്ക്കുള്ളിലെ അറിയാ കഥകൾ എത്രത്തോളമാണ്. വെള്ളിത്തിരയിലെ മിന്നിത്തിളങ്ങുന്ന താരങ്ങളിൽ ചിലരെങ്കിലും ഏറ്റവും മോസ്റ്റ് മോഡേൺ ലഹരികളുടെ ഉപഭോക്താക്കളാണെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. അഭിമുഖങ്ങളിലും മറ്റും സ്ഥിരം കോപ്രായങ്ങൾ കാട്ടുന്ന വീരന്മാർ ലഹരി ബാധയിലല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ അരിയാഹാരം കഴിക്കാതിരിക്കണം. എന്നിട്ടോ സെറ്റുകളിൽ പരിശോധന, ജാഗ്രതാ സമിതി, അങ്ങനെ എന്തൊക്കെ നടപടികൾക്ക് ചർച്ച വന്നു. ഒന്നും സംഭവിച്ചില്ല. താരങ്ങൾക്കെതിരെ എടുത്ത കേസുകളാകട്ടെ ആവിയായി. തെളിവില്ല, മൊഴിയില്ല, ശിക്ഷയുമില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് ആലപ്പുഴയിൽ 2 കോടിയുടെ ലഹരി മരുന്ന് പിടിച്ചപ്പോൾ മൊഴിയുണ്ട് നടന്മാർക്കെതിരെ, ചാറ്റുകളുണ്ട്. പക്ഷേ ഈ കേസും എങ്ങുമെത്തില്ല. തൊടാൻ മടിക്കും നമ്മുടെ സംവിധാനങ്ങൾ പലരെയും. പ്രത്യേക ചർച്ച ആരംഭിക്കുകയാണ്. ശ്രീ ജോസ് തോമസ് ഉണ്ട് ഫെഫ്കയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ. ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ബൈജു കൊട്ടാരക്കര, സംവിധായകൻ. ഒപ്പം ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ ലഹരി മരുന്ന് കേസ് പിടിച്ചപ്പോഴും പ്രതിയായ ആ സ്ത്രീ തസ്ലിമ സുൽത്താന അവർ മൊഴി നൽകിയത് തനിക്ക് സിനിമയുടെ തലങ്ങളിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട 2 നടന്മാർക്ക് ലഹരി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. എക്സൈസ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ചാറ്റുകളുണ്ട് അവരുടെ പക്കൽ. ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അറിയുന്ന വിവരം ഈ നടന്മാരെ അടക്കം ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കേസും എവിടെയെങ്കിലും എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീ ബൈജു കൊട്ടാരക്കര, കേട്ടിരുന്നോ? കേൾക്കാൻ പറ്റുന്നില്ല, ശരിക്കും ഒന്നുകൂടി ചോദിക്കാമോ? കേട്ടിരുന്നോ? ഈ കേസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ ലഹരി മരുന്ന് പിടിച്ചപ്പോഴും മൊഴികളിൽപ്പെട്ടവരിൽ 2 പ്രധാനപ്പെട്ടവർ നമ്മുടെ സൂപ്പർ താരങ്ങളാണ്, നമ്മുടെ നടന്മാരാണ്. അവര് ഈ പറഞ്ഞ ഇവർ ഇതിനു മുൻപും പല കേസുകളിലും പെട്ടിട്ടുണ്ട്, പല അന്വേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കേസൊക്കെ ആവിയായി. ഈ കേസിനും അതേ ഗതിയല്ലേ വരാൻ പോവുക? തീർച്ചയായും അങ്ങനെ വരാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ പേരുകൾ പറഞ്ഞ 2 പേരും, അതേ പേരിന് മറച്ചുവെക്കേണ്ട കാര്യമൊന്നുമില്ല, ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും. ഇവരുടെ 2 പേരെയും, ഷൈൻ ടോം ചാക്കോയെ തെളിവ് സഹിതം പിടിച്ചിട്ട് കോടതിയിൽ നിന്ന് അന്ന് വെറുതെ വിട്ടിറങ്ങി പോയതാണ്. അപ്പോ ഇവർ 2 പേരും നേരത്തെ തന്നെ സിനിമയിൽ ഇത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് വന്ന് അവരെ ഇതിനകത്ത് തെളിവ് സഹിതം നേരത്തെ കൊടുത്തിട്ട് പോലും ഇതിൽ നിന്ന് ഊരിപ്പോയ ആളുകളാണ് ഇവർ 2 പേരും. അതുപോലെ ഇവർ 2 മാത്രം ഉണ്ടെന്നല്ല പറയുന്നത്. നിറയെ ആളുകൾ സിനിമയ്ക്കകത്ത്, എല്ലാവരുമല്ല, ഈ പുതുതലമുറയിൽപ്പെട്ട ചില ആളുകൾ ഇതിന് അടിമപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം 2-3 ദിവസമൊക്കെ ലൊക്കേഷനിൽ വരാതിരിക്കുക, ക്യാരവനകത്ത് ഉപയോഗിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ തുടങ്ങിയിട്ട് തന്നെ കാലങ്ങൾ കുറയായി. ഇതിനിടയ്ക്ക് വെച്ച് ഈ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ചേംബറും ഒക്കെ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവരെടുത്ത തീരുമാനം, ആർക്ക് വേണമെങ്കിലും ലൊക്കേഷനിൽ കയറി പരിശോധിക്കാം. ഇത് കുറെ നേരത്തെ ആയിരുന്നെങ്കിലോ, അതായത് ഏണ്ടൊരു 1 വർഷം മുമ്പ് ഇതേപോലെ ഒരു സംഗതി വന്നപ്പോ അന്ന് ഈ ലൊക്കേഷനുകളിൽ കയറി പരിശോധിക്കണം, കാരവനുകളിൽ കയറി പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തുള്ള സംഘടന, ടെക്നീഷ്യന്മാരുടെ ഒരു സംഘടന, ഫെഫ്ക എന്ന സംഘടന, ആ സംഘടനയാണെന്ന് ഏറ്റവും കൂടുതൽ എതിരുന്നത്. അവരെന്ത് പറഞ്ഞു? ലൊക്കേഷനുകളിൽ കയറി പരിശോധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇവിടെ പിന്നെ സിനിമാക്കാർക്ക് കൊമ്പുണ്ടോ? അതൊന്നുമില്ലല്ലോ. ഏത് ലൊക്കേഷനിലും പോലീസിനായാലും എക്സൈസിനായാലും കയറി പിന്നെ പരിശോധിക്കാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലില്ലേ? പിന്നെ എന്തുകൊണ്ട് ലൊക്കേഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നു? അപ്പൊ അങ്ങനെ അന്നേ ഇതിന് തടയിട്ടിരുന്നെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പടരില്ലായിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഈ ഡ്രഗ്സിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്ന ഒരു, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി വഴി വിപണനം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇന്ന് പിടിച്ച ആ ലേഡി തന്നെ പല പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് അവര് പിന്നെ രാസലഹരി കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെയാണ് മൊഴി കൊടുത്തിരിക്കുന്നു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബാംഗ്ലൂരിൽ നിന്ന് അവർ കൊണ്ടുവന്ന ഈ രാസലഹരിയും ഈ പറയുന്നത് പോലെ സിനിമയിൽ ഏജന്റ് ആയിട്ടാണോ ഇതിലെ ആളുകൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സിനിമാക്കാര് തന്നെ, സിനിമ നടന്മാര് തന്നെ, സിനിമയിലെ ടെക്നീഷ്യൻസ് തന്നെ ഇതിന്റെ ഏജന്റന്മാരായിട്ടും ഇത് ഉപയോഗിക്കുന്നവരുമായിട്ടും ഒക്കെ നിന്നാൽ എന്തുകൊണ്ട് സിനിമ ലൊക്കേഷനിൽ കയറി പരിശോധിച്ചിട്ട് ഇവരെ ഇതാക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതുമാത്രമല്ല, ഇവരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയിരുന്നുണ്ടല്ലോ. ഇതൊന്നും ഇപ്പൊ സംഭവിക്കുകയില്ലായിരുന്നു. അതാണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം കാവലാളായിട്ട് ചില ആളുകൾ നിൽക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ സിനിമാ സംഘടനകൾ ഒറ്റ തീരുമാനം എടുക്കണമായിരുന്നു. അന്ന് തന്നെ ചില അഴകുഴമ്പൻ ന്യായങ്ങൾ നമ്മൾ കേട്ടതാണ്. അന്ന് തന്നെ തീരുമാനം എടുക്കണമായിരുന്നു. ഇതേപോലെ പിന്നെ കേസിൽപ്പെടുന്ന ആളുകളെ ഒരു കാരണവശാലും സിനിമകളിൽ സഹകരിപ്പിക്കരുതെന്നും, അങ്ങനെയുള്ള സിനിമകൾ ആരെങ്കിലും സഹകരിച്ചാൽ
അല്ലെങ്കിൽ സഹകരിപ്പിച്ചാൽ ആ സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നും തിയേറ്ററുകളും അതേപോലെ തന്നെ വിതരണക്കാരും ടെക്നീഷ്യൻസിന്റെ സംഘടനകളും ഇവരെല്ലാം കൂടി തീരുമാനിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഒരു കാരണവശാലും ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ പടർന്നു പിടിക്കില്ലായിരുന്നു. അവ എവിടെയോ പോയി വലിക്കേണ്ടതേ, എവിടെയോ പോയിട്ട് പിന്നെ അവര് കഞ്ചാവ് വലിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ MDMA അടിക്കുകയോ സ്റ്റാമ്പ് അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അത് സിനിമ ഇൻഡസ്ട്രിക്ക് എന്തിന് പേരുദോഷം കേൾപ്പിക്കുന്നു? ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോയി വലിച്ചൂടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഉപയോഗിച്ചൂടെ? അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ പോലെയുള്ള ആളുകളെ സിനിമ ഇൻഡസ്ട്രിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതിലെല്ലാവരും കൂട്ടായ ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു 4 എണ്ണത്തിനെ പുറത്താക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇവരുടെ എല്ലാം ഈ രാസലഹരി ഉപയോഗം പകുതിയിൽ കൂടുതൽ സിനിമ ഇൻഡസ്ട്രിയിൽ. അല്ല, അങ്ങനെ ചില വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു ചില നടന്മാർക്ക്. അത് വളരെ കുറച്ചു കാലമായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷേ ഈ സെറ്റിലെ മിസ്ബിഹേവിയറുമൊക്കെ ബന്ധപ്പെട്ടാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അവർ വീണ്ടും ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലും അവരുമായി ബന്ധപ്പെട്ട കേസുകളാണ് പുറത്തു വരുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, അതല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഇവിടെ വിലക്കാനും ആ വിലക്കുന്ന ആളുകളെ പിറ്റേ ദിവസം തന്നെ വിലക്ക് മാറ്റാനും വിലക്ക് കഴിക്കാനും ഒക്കെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ പെഫ്ക എന്ന സംഘടനയാണെന്ന് അവരെ അന്ന് പറഞ്ഞത്. ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അതിന്റെ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തന്നെയാണെന്ന് പറഞ്ഞത്. ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ല, അത് ഇൻഡസ്ട്രിയിലേക്ക് വരട്ടെ, നല്ല കുഞ്ഞായി വരും. എവിടെ നല്ല കുഞ്ഞായി? നല്ല കുഞ്ഞായി എന്നാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയില് എന്താണ് വീര്യം കൂടിയ കഞ്ചാവുമായി പിടിച്ച ആ സ്ത്രീ തന്നെ പറയുന്നു, ഞങ്ങൾ ഇവർക്ക് സപ്ലൈ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ നടക്കുന്നത്? ബാക്കിയുള്ള തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, ഇതെല്ലാം ഈ സൗത്ത് ഇന്ത്യയിലെ ഇൻഡസ്ട്രികളല്ലേ. അവിടെയൊന്നും എന്താ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പരസ്യമായിട്ട് ഈ കഞ്ചാവും അല്ലെന്നുണ്ടെങ്കിൽ രാസലഹരിയും ഇല്ലാത്തതിന്റെ കാരണം എന്താ? അവിടെ നട്ടലിനോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ ആൾക്കാരുണ്ട്. അല്ലാതെ ഈ അഴകുഴമ്പൻ ന്യായം പറഞ്ഞിട്ട് അവനവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇവനെ പോലുള്ള ആളുകളെയൊക്കെ വിളിച്ച് സിനിമയ്ക്കകത്ത് സഹകരിപ്പിക്കുന്ന ആൾക്കാരെ വേണം ആദ്യം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താൻ. അതിനുള്ള നട്ടൽ എന്ന് നിർമ്മാതാക്കളും അതേപോലെ ഈ ടെക്നീഷ്യന്റെ സംഘടനയും കാണിക്കുന്നോ, അല്ലെങ്കിൽ ഈ താരങ്ങളുടെ സംഘടനയും കാണിക്കുന്നോ, അന്നേ ഈ സംഗതി ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഇല്ലാതാവും. അല്ലാത്തടത്തോളം കാലം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. രാസലഹരി ഉണ്ട്, വിപണനമുണ്ട്, കാരവനകത്ത് ഉപയോഗിക്കുന്നു, മറ്റിടത്ത് ഉപയോഗിക്കുന്നു, മറിച്ചിടത്ത് ഉപയോഗിക്കുന്നു പറഞ്ഞു പോവാം. ഇപ്പൊ ഓരോ സിനിമയ്ക്കൊക്കെ 20-25 കാരവനൊക്കെയാണ് ലൊക്കേഷൻ കിടക്കുന്നത്. ഈ പല കാരവനകത്ത് എന്തൊക്കെയാ നടക്കുന്നുള്ളവരെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ചിലപ്പോ ആ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ബോർഡ് ചോദിച്ചാൽ അവനറിയാൻ പറ്റും. കാരണം അവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്. ഇത് ആരാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണെന്നുള്ളത്. താങ്കൾക്ക് രഞ്ജിത്തിന് വേറൊരു കാര്യം പറയാമോ? കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയില് ഏതാണ്ട് നെടുങ്കണ്ടത്തിനടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ വീടുകൾ വാടകയ്ക്ക് എടുക്കും. മലയാള സിനിമയിലെ ചില പൊതുതല നായകന്മാരും നായികമാരും ഉൾപ്പെടെയുള്ള ഒരു സംഘം, 8-10 പേരുള്ള ഒരു സംഘമായിരിക്കും. ഈ സംഘം വന്ന് 3-4 ദിവസത്തേക്ക് ഈ വീടുകൾ സ്ഥിരമായി കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവിടെ വീടെടുത്തിട്ട് റോ പാർട്ടി എന്നാണ് അതിന്റെ പേര്. ഈ റോ പാർട്ടി സ്ഥിരമായിരുന്നു. ഈ റോ പാർട്ടി എന്ന് പറഞ്ഞാൽ കള്ളല്ല, കഞ്ചാവും അല്ല, അതിന് കതുക്കും മേലെ ഈ പറഞ്ഞ പോലെ MDMAയും അതേപോലെ തന്നെ ഈ അങ്ങനെയുള്ള സാധനങ്ങൾ, സ്റ്റാമ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിട്ട് 3-4 ദിവസം പേക്കുത്തുകളൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകും. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നെങ്കിൽ അവർക്കെന്ത് നഷ്ടം? ആ ഷൂട്ടിംഗ് ആ ദിവസത്തേക്ക് മാറ്റിവെക്കും. 4-5 ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിർമ്മാതാവും സംവിധായകനും ഉൾപ്പെടെയുള്ള യൂണിറ്റ് അംഗങ്ങൾ 100-125 ആളുകൾ ഉൾപ്പെടെയുള്ള യൂണിറ്റുകാർ അവിടെ രാവിലെ 8 മണിക്ക് വരേണ്ടവൻ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തുന്നതും വൈകുന്നേരം 4 മണിക്ക് എത്തുന്നതും 2-3 ദിവസം ലൊക്കേഷനിൽ വരാതിരിക്കുന്നതുമായി എത്രയോ സംഭവങ്ങളുണ്ട് സിനിമയില്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, നിർമ്മാതാക്കൾക്കറിയാം, താരങ്ങൾക്കറിയാം, ടെക്നീഷ്യൻസിന് അറിയാം. എന്നിട്ട് എന്തുകൊണ്ടൊരു നടപടി എടുക്കാൻ ജോസ് തോമസ് മറുപടി പറഞ്ഞാണ്. അദ്ദേഹം പെഫ്കയുടെ പ്രതിനിധിയാണ്. ജോസ് തോമസ്, നമുക്കറിയാം ഈ ഇപ്പോൾ പേര് പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ മൊഴിയായി എക്സൈസ് നൽകിയിട്ടുള്ള 2 നടന്മാരും ആദ്യമായല്ല ഈ കേസുകളിൽ പിടിക്കപ്പെടുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പരസ്യമായി അവരെ തള്ളിപ്പറയാനും ഈ പറഞ്ഞതുപോലെ അവരുടെ പേര് പറയാനും ഒക്കെ തയ്യാറാകാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഇവരെ അങ്ങനെയുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി പുറത്തു വന്നാൽ അവരെ വിലക്കേണ്ടതുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് അവരെ ആവശ്യമില്ല എന്ന് സംഘടനകൾ തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്കല്ലാതെ തന്നെ ഒരുപാട് നല്ല നടന്മാരും അഭിനേതാക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജാഗ്രതാ സമിതി അല്ലേ, അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് നേരത്തെ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ എഫക്റ്റീവ് ആണോ ശ്രീ ജോസ് തോമസ്? രഞ്ജിത്തെ, ആദ്യമായിട്ട് പറയട്ടെ, ബൈജു കൊട്ടാരക്കരെ ഞാൻ ഈ ചർച്ചയിൽ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം പെഫ്കയുടെയും ഉണ്ണികൃഷ്ണനെയും പേര് വലിച്ചെടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ ബൈജു കൊട്ടാരക്കരോട് ചോദിക്കട്ടെ, എവിടെയാണ് പെഫ്ക പറഞ്ഞത് ഇങ്ങനെയുള്ള അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞത്? എവിടെയാണ് ബൈജു കൊട്ടാരക്കര?
ഞങ്ങളുടെ ഒരു അംഗമായ നിഷാദ് കോയയുടെ ഒരു വെബ് സീരീസിന്റെ ലൊക്കേഷനിൽ ആരോ പരാതിപ്പെട്ടതിന്റെ പേരിൽ വന്ന് മണിക്കൂറുകളോളം അവിടുത്തെ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഞങ്ങൾ അതിനെ പ്രതികരിച്ചത്. അവിടുന്ന് ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു തരി പോലും ലഹരി പിടിക്കാനും പറ്റിയില്ല. അപ്പോൾ ഏതോ ശത്രുക്കൾ ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അപ്പോ അങ്ങനെ വന്ന് അന്വേഷണം നടത്തി മണിക്കൂറുകളും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. അതല്ലാതെ ഞങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്നതിനോ സ്ത്രീപീഡനം നടത്തുന്നതിനോ എല്ലാത്തിനും എതിര് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക. ഇനി ഫെഫ്ക ഇപ്പോൾ അടിയന്തരമായി എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ ലൊക്കേഷനിലും ഒരു ജാഗ്രതാ സമിതിയുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാലോ അത് കൈവശമുണ്ടെന്ന് തോന്നിയാലോ അപ്പോൾ തന്നെ സർക്കാരിന്റെ ആ നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് നിലവിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും കാര്യം പറഞ്ഞു. അവർ നേരത്തെയും ഇതുപോലുള്ള ലഹരി പാർട്ടികളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. പണ്ട് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായി കൊണ്ടുപോയിരുന്നു. 2015 ജനുവരി 30 കഴിഞ്ഞ മാസം ആ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാവുകയും ചെയ്തു. കുറ്റവിമുക്തന്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രഞ്ജിത്തെ, ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. ലഹരി കച്ചവടം നടത്തുന്നതിനാണല്ലോ ശിക്ഷ നടക്കുന്നത്. അപ്പോ ശ്രീനാഥ് ഭാസി, ഞാൻ പറയുന്നത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും എന്തിനാണ് അഭിനയിപ്പിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്ന അവരെ വീണ്ടും വീണ്ടും എന്തിനാണ് നിർമ്മാതാക്കൾ അവരുടെ സിനിമ എടുക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇനി ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാടൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ലഹരിയുമായി പിടിച്ചു. അന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു സംവിധായകൻ, കള എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ രോഹിത് VS പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഈസ് എ നൈസ് പേഴ്സൺ. ഈ മേക്കപ്പ് മാൻ, അദ്ദേഹം നല്ല മനുഷ്യനാണ്. വെല്ലം വലിച്ചാൽ പോലും ലഹരി ഉപയോഗിച്ചാലും മാറി എവിടെയെങ്കിലും ഇരിക്കും, ബഹളമൊന്നും ഉണ്ടാക്കില്ല. അദ്ദേഹം അത് ഉപയോഗിച്ചാൽ എന്താണ് തെറ്റെന്നാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ഉള്ളപ്പോൾ, ഇങ്ങനെയുള്ള താരങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ ഇവിടെ സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം കുറയ്ക്കാൻ പറ്റും? ഇവരെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെയും തീരുമാനം. അങ്ങനെയുള്ളവർ വേണ്ട സിനിമയ്ക്ക്. ഇവിടെ അത് നടപ്പിലാക്കണ്ടേ ശ്രീ ജോസ് തോമസ്? അത് ആർജവത്തോടെ നടപ്പിലാക്കാൻ എത്ര പേർ തയ്യാറാകും? നിങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് പറയും, പക്ഷേ ഇവരൊക്കെ ഇഷ്ടംപോലെ സിനിമയിൽ അഭിനയിക്കും, ലഹരി ഉപയോഗിക്കും, പാർട്ടികളിൽ പങ്കെടുക്കും, കേസുകളിൽ പെടും, പുറത്തു വരും, കുറ്റവിമുക്തരാകും, വീണ്ടും അഭിനയിക്കും, സിനിമയിൽ ഭാഗമായി അവർ നിൽക്കും. ഞങ്ങൾക്ക് ഒറ്റ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അവർ വീട്ടിൽ ലഹരി ഉപയോഗിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലൊക്കേഷൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ അന്വേഷണം. ലൊക്കേഷനിൽ ലഹരി ഉപയോഗിക്കുന്നതോടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടാകുന്നുണ്ടോ? ലൊക്കേഷനിൽ ലഹരി വ്യാപനം നടക്കുന്നുണ്ടോ? അതാണ് അന്വേഷിക്കാൻ കഴിയുക. ഒരാൾ വീട്ടിൽ പോയിരുന്ന് ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രഞ്ജിത്ത്? ഒരിക്കലും പറ്റില്ല. അയാളുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി ഉപയോഗിച്ചാൽ പോലീസ് വന്ന് പിടിക്കട്ടെ. ഒരു സിനിമാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇവരൊന്നും ലൊക്കേഷനിൽ, ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ആയാലും ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചതായി ഒരു തരത്തിലുള്ള പരാതിയോ അങ്ങനെ സംഭവങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ല എന്നാണ് ഫെഫ്ക മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവര് ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചിട്ട് ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്ന എന്ത് നടപടിയാണ് ഉണ്ടായി, അല്ലെങ്കിൽ എന്ത് തെളിവാണുള്ളത്? എവിടെയെങ്കിലും ലഹരി ഉപയോഗിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ ലഹരി ഉപയോഗിച്ചിട്ട് ഷൂട്ടിങ്ങിന് വരാതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലും അയാളെ വിളിച്ചു വരുത്തി ഇനി അത് ഉപയോഗിക്കില്ല, ഞാൻ സമയത്ത് എത്തിക്കോളാം എന്ന് എഴുതി കൊടുക്കുക ചെയ്തു നിർമ്മാതാക്കളുടെ സംഘടനയിൽ. എന്നിട്ടാണ് വീണ്ടും ആ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി ശ്രീനാഥ് ഭാസി അല്ലേ? ശ്രീനാഥ് ഭാസി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനകത്ത് അവർ വീട്ടിൽ ഇരുന്ന് ഉപയോഗിക്കുവോ? അതിന് ഷൂട്ടിങ്ങിന് വരാതിരുന്നാൽ നമുക്ക് നടപടിയെടുക്കാം. അതല്ലാതെ നമുക്ക് എന്താണ് അതിനകത്ത് ശിക്ഷിക്കാൻ കഴിയുക? ഞാൻ നിർമ്മാതാക്കളോട് പറയുന്നത്, ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ള ഈ നടന്മാരെ എന്തിന് നിങ്ങൾ അഭിനയിപ്പിക്കണം? അവരില്ലാതെ സിനിമ എടുത്തുകൂടെ? ഈ അടുത്ത കാലത്ത് ശ്രീനാഥ് ഭാസിയും ഒരു നടിയുമായി ടൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു ആളുടെ റൂമിൽ പോയ വിവരവും ലഹരി ഉപയോഗിച്ച വിവരവും ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതും കേസായതല്ലേ? അല്ലെങ്കിൽ വാർത്തകൾ വന്നതല്ലേ? അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നത്? അവരുടെ മാത്രം പിടിപാട് കൊണ്ടാണോ? അതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ രഞ്ജിത്ത്? അത് അന്വേഷിക്കണ്ടേ? രഞ്ജിത്ത് ആദ്യം പറഞ്ഞ ഒരു വാചകത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഇവർ സൂപ്പർ താരങ്ങളൊന്നുമല്ല. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളാണോ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ? പ്രമുഖ താരങ്ങളാണ്. അതിനപ്പുറത്തേക്ക് പ്രമുഖ താരങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഈ നിർമ്മാതാക്കൾ എന്തുകൊണ്ടാണ് അവരുടെ പിന്നാലെ വീണ്ടും പോകുന്നത്? അവർക്ക് എന്താ അത്രയധികം മാർക്കറ്റ് വാല്യൂ ഉണ്ട്? അതൊന്നുമല്ല. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഈ
ചില താരങ്ങളെ, ഞാൻ പേര് പറയുന്നില്ല, ഫിക്സ് ചെയ്യുമ്പോൾ അവർ നിർദ്ദേശിക്കുകയാണ് ഞങ്ങളുടെ മേക്കപ്പ് മാൻ ഇന്നയാൾ വേണം, ഞങ്ങളുടെ കോസ്റ്റ്യൂമർ ഇന്നയാൾ വേണം. പ്രൊഡ്യൂസറോട് നിർദ്ദേശിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള കാര്യം ഇത് തന്നെയാണ്. ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ അതിന് വശംവദരാകരുത്. കാരണം ഇവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കാമോ, മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ താരങ്ങളുടെ നിർദ്ദേശാനുസരണം ഒരു ടെക്നീഷ്യനെയും വെക്കേണ്ട കാര്യമില്ല. അത് നിർമ്മാതാക്കളുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ടെക്നീഷ്യൻസിന്, സംവിധായകർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക്. ഇത് ഇപ്പോൾ ഈ താരങ്ങളുടെ പേര് വന്നിരിക്കുന്നു. സാങ്കേതിക പ്രവർത്തകരും ചെറുപ്പക്കാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർമ്മാതാക്കൾ ഞങ്ങളെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ശക്തമായി നടപടിയെടുക്കും. ഒരു കാരണവശാലും സിനിമാ ലൊക്കേഷനിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് തന്നെ ഈ ലഹരി ഒഴിവാകണം. ലഹരി വിമുക്ത കേരളമാവണം. അതാണ് എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ടത്. അവിടെ ഒരു സംഘടനയെ തള്ളിപ്പറയോ താരങ്ങളെ തള്ളിപ്പറയോ ചെയ്തിട്ട് കാര്യമില്ല. ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഈ സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ അത് ഉപയോഗിക്കുന്നു. അതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ജോർജ് ജോസഫ്, ശ്രീ ജോസ് തോമസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലൊക്കേഷനിൽ ഇവർക്ക് ലഹരി ഉപയോഗിച്ചാൽ അവിടെ കിടന്ന് കോപ്രായം കാട്ടുകയോ ഷൂട്ടിങ്ങിന് വരാതിരിക്കുകയൊക്കെ ചെയ്താൽ അവരെ പിടിക്കാം. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംവിധാനമുണ്ട്, ജാഗ്രതാ സമിതിയൊക്കെ ഉണ്ട്. പക്ഷേ പുറത്ത് വീട്ടിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നു, അതിനുശേഷം അവർ വീട്ടിലെ പേഴ്സണലായി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തരത്തിലും ഈ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല, ഒരു സംഘടനയ്ക്കുമില്ല. സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ ടെക്നീഷ്യനോ കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ താരമോ ലഹരി പാർട്ടികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമൊക്കെ ആയി ഉണ്ടാവും. പക്ഷേ ഇവരെ ഒന്നും തൊടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് അല്പം മടിയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പ്രയാഗ മാർട്ടിനും ആയി ബന്ധപ്പെട്ട കേസുണ്ടായി. അന്ന് ഒരു ലഹരി പാർട്ടിൽ പങ്കെടുത്തതിനാണ് കേസുണ്ടായത്. പക്ഷേ ആ കേസിൽ തെളിവില്ല എന്ന തെളിവിൻ്റെ അഭാവത്തിൽ അവരെ വെറുതെ വിട്ടു. ശ്രീനാഥ് ഭാസിയുടെ ഈ ഫോൺ കോളുകളുമായൊക്കെ ബന്ധപ്പെട്ട് പോലീസ് രേഖകൾ പരിശോധിച്ചെങ്കിലും ചില തെളിവുകളൊക്കെ കിട്ടി. പക്ഷേ അവരെ പ്രതി ചേർക്കാനായില്ല. അത് പ്രധാന കാര്യമാണ്. ഷൈൻ ടോം ചാക്കോയുടെ 2015 ജനുവരി 30 സംഭവിച്ച കേസിൽ കഴിഞ്ഞ മാസമാണ് കുറ്റവിമുക്തനാക്കിയത്. നടൻ ഉൾപ്പെടെ കേസിലെ എല്ലാ പ്രതികളെയും എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയാണ്. ഇതാണൊരു പരിമിതി, ഒരു പ്രശ്നം. ഇങ്ങനെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ഇവരിത്തരം കേസുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവർ അനസ്യൂതം തുടരുകയുമാണ്. ഇല്ല, ജോസ് തോമസ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ വീട്ടിലിരുന്ന് ഒരു നടൻ അടിക്കുന്നതുകൊണ്ട് നടപടി എടുക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇവരൊന്നും പ്രമുഖ താരങ്ങളൊന്നുമല്ല. പക്ഷേ നല്ലതായിട്ട് അഭിനയിക്കുന്ന താരങ്ങളാണ്. അവർക്ക് കിട്ടിയ റോളൊക്കെ അവർ വിജയിപ്പിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇവർ സ്ഥിരമായി ഈ കൊക്കൈനോ അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരാണ്. മലയാള സിനിമയെ അവരുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് പ്രൊഡ്യൂസർമാരും മറ്റവരും അവരുടെ സംഘടനകളും ഇവരെ ഒഴിവാക്കി അങ്ങ് വിടുക. കാരണം ഇപ്പം തന്നെ വന്നിരിക്കുന്നത് വളരെ വൈറ്റലായ എവിഡൻസാണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എക്സൈസ് ഇപ്പം അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏകദേശം 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. കാരണം ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ വരുന്ന തായ്ലൻഡിലും മലേഷ്യയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത് ബാംഗ്ലൂർ വന്നിട്ടാണ്. അവിടെ നിന്നാണ് ഇപ്പം ആ കണ്ണൂരുകാരിയായ ആ സ്ത്രീ തസ്ലിമ സുൽത്താൻ അത് ഇവർക്ക് വിൽക്കാൻ ശ്രമിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെയാണ് അവർ താമസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വരുന്നത് മുഴുവൻ അവർ ഇത് വിൽക്കാനാണ്. അവരുടെ നല്ലൊരു ഏജൻ്റാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും. അത് കൃത്യമാണ്. കാരണം അത് ഇപ്പം എക്സൈസ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ അതിൻ്റെ പണം നേരത്തെ വാങ്ങിച്ച് അവർ ആ സാധനം ആൾക്കാർക്ക് അവർ പറയുന്ന സ്ഥലത്ത് അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. പക്ഷെ മുമ്പ് ഒരു പണം കൊടുക്കണം. അത് ട്രാക്ക് ചെയ്തിട്ടുണ്ട് എക്സൈസ്. ഇതിനകത്ത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയാണ് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സാധനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ പൈസയും കൊടുത്തിട്ടുണ്ടാവും. അത് 2 കോടി രൂപയുടെ വർത്തുള്ളതാണ്. കാരണം
ഇത് വെരി കോസ്റ്റ്ലിയാണ്. ഇത് 100 ഗ്രാമിന് കഞ്ചാവിന് ഏകദേശം 500,000 രൂപ കൊടുത്താൽ ചിലപ്പം കിട്ടിയേക്കും. പക്ഷേ ഇതിന് 10,000 രൂപ കൊടുക്കണം 100 ഗ്രാമിന്. അപ്പോൾ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. അത് വളരെ രഹസ്യമായിട്ട് ഇവിടെ പലർക്കും കൊടുക്കുന്നതാണ്. ഈ 2 താരങ്ങളാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അത് ഡെലിവറി ചെയ്താൽ മാത്രമേ സാധനമായിട്ട് വന്നപ്പോഴാണ് പിടിക്കുകയും ചെയ്തത്. അപ്പം അവരതിൻ്റെ പണം കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതേപ്പറ്റിയുള്ള എവിഡൻസ് എക്സൈസിനെ കിട്ടിയിട്ടുണ്ട്. ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിലാണ് ഇവർ രഹസ്യമായിട്ട് വന്നത്. ഇവരും ഭർത്താവും ഇവരുടെ 2 മക്കളും അവർ മണ്ണഞ്ചേരിയിലുള്ള ഡ്രൈവറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സിനിമാ താരങ്ങളായ ഇവർക്ക് 2 പേർക്കും കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവരെ 2 പേരും മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരും മറ്റു ആൾക്കാരും ഡയറക്ടേഴ്സ് ഇവരെ ഒഴിവാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സംഘടനകൾ അങ്ങനെ ഇവരെ ഉപയോഗിക്കുന്ന ആ പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാർക്കെതിരായിട്ട് അവരുടെ സംഘടന നടപടിയെടുക്കണം. ഇതൊരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റാണ് ഇവർ 2 പേരും. സമൂഹത്തിനെ ചീത്തയാക്കുന്നതാണ്. സിനിമാ മേഖലയ്ക്ക് വളരെ മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കുന്നവരാണ്. അത് തന്നെയല്ല ഇവർ ഡ്രഗ് അഡിക്റ്റ് ആണ്, അതിന് സംശയമൊന്നുമില്ല. നേരത്തെ 2015 ഒരു കേസ് എടുത്തിട്ട് അതിപ്പം വിട്ടുപോയെങ്കിലും ഇപ്പോഴത്തെ കേസിന് അത് കുലുങ്ങും. കാരണം ഇപ്പോഴത്തെ കേസ് അവരാവശ്യപ്പെട്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള എവിഡൻസുകളെല്ലാം എക്സൈസിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അവർ 2 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഞാൻ പറയണത് ഇവർക്ക് ഒരു കാപ്പ കേസിനകത്ത് അങ്ങ് പ്രതിയാക്കാം. കാരണം 2 പേരും 2 ഇൻസിഡൻറ്റ് കേസ് വിട്ടുപോയാലും ഇല്ലെങ്കിലും ശരി അവർക്ക് 2 പേർക്കും 2, 3, 4 കേസുകളുണ്ട്. അതുകൊണ്ട് കാപ്പ കേസിനകത്ത് ഇവരെ അങ്ങ് പ്രതിയാക്കി കഴിഞ്ഞാൽ ഇവരങ്ങ് അകത്തോട്ട് പൊക്കോളും. 6 മാസം അവിടെ കിടന്നോളും. അത് തന്നെയല്ല ഇവരെ യൂസ് ചെയ്യുന്ന ഡയറക്ടർമാർ ടെക്നീഷ്യന്മാർ ആരായാലും ശരി അവരങ്ങടെ പോലീസ് പ്രതിയാക്കേണ്ടി വരും. കാരണം അവർ ഇൻ്റർ കണക്ഷൻ ഉണ്ട്, ഫൈനാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഷെയ്ഡി ട്രാൻസാക്ഷൻ അവരുമായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്? മലയാളത്തിൽ എത്രയോ നായകന്മാരെ നമുക്ക് ലഭിക്കാനുണ്ട്, നല്ല ആർട്ടിസ്റ്റിനെ കിട്ടാനുണ്ട്. ഇവർ ഒരു അനിവാര്യ ഘടകമല്ല മലയാള സിനിമയിൽ. അതുകൊണ്ട് കൃത്യമായ നടപടി ഇവർക്ക് ഇനി ഉണ്ടാകണം. കാരണം ഇപ്പോഴത്തെ കേസോടുകൂടി ഇവർ അങ്ങ് അറസ്റ്റിലാവും. അതോടുകൂടി ഇവർക്ക് കാപ്പ കേസ് ചുമത്തിയാൽ ഇവരങ്ങ് ഒരു 6 മാസം അകത്തോട്ട് പോയി കിടന്നുള്ളൂ. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഈ പെഫ്ക പോലെയുള്ള സംഘടന അധികം നമുക്ക് അവരെ ഈ കാര്യത്തിൽ നടപടിയെടുക്കാനോ അവരോട് വഴക്ക് പറയാനോ അത് നടപ്പാക്കണമെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം അവർ പറഞ്ഞ പോലെ ലൊക്കേഷന് വന്നു കഴിഞ്ഞാൽ കാരവനകത്തുണ്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ സ്ഥലത്ത് ഇവരിത് ഉപയോഗിക്കുകയോ ഇത് ആരുടെ കയ്യിലെങ്കിലും ഇവർ കൊടുക്കുകയോ കച്ചവടം ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നടപടി അവരെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് പോലീസിനെ വിളിച്ച് കൊണ്ടുവന്ന് നടപടി എടുപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കാരവനകത്തൊക്കെ ഈ 10-20 നേരത്തെ ബൈജു കൊട്ടാരക്കാരെ 10-20ഓളം കാരവനാണ് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ വന്ന് കിടക്കുന്നത്. അതിനകത്ത് എന്താ നടക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാ സ്ഥലത്തും ചിലപ്പം ഇതൊക്കെ ചെറിയ MDMA ഒക്കെ 1 ഗ്രാം 2 ഗ്രാം അവർ ഉപയോഗിക്കുന്നതാണ്. പലരും ടെക്നീഷ്യന്മാരും പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി എടുക്കണം. അത് പോലീസ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഈ എക്സൈസ് കൂടെ നടപടി എടുത്ത് ആ ഇൻഫർമേഷൻ അവർക്ക് പാസ് ഓൺ ചെയ്ത് അവർ വന്ന് പിടിച്ചോളും. ഇവർ പെഫ്കാരോ അല്ലെങ്കിൽ അതുപോലെ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പോലീസിന് ഈ ലൊക്കേഷനുകൾ കയറി പരിശോധിക്കുക എന്ന് പറയുന്നതിലും പ്രശ്നമുണ്ടല്ലോ. ഈ വലിയ സൂപ്പർ താരങ്ങളുടെയൊക്കെ ലൊക്കേഷൻ ഉണ്ടാവാം, വലിയ നിർമ്മാതാക്കളുടെ ലൊക്കേഷൻ ഉണ്ടാകാം, വലിയ സംവിധായകരുടെ ലൊക്കേഷൻ ഉണ്ടാകാം. അവിടെയൊക്കെ വളരെ പെട്ടെന്ന് അങ്ങനെ എത്തി പരിശോധിക്കുക എന്നതിൽ പ്രശ്നമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജോസ് തോമസ് പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ലൊക്കേഷനിൽ കയറി പരിശോധിച്ച് 1 ഗ്രാം പോലും കിട്ടിയില്ല. ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങി നിൽക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് ഈ പരിമിതികൾ ഒരുപാടുണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിനും. അതുണ്ടാവും. പക്ഷേ കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ അതൊരു കുറ്റമല്ലല്ലോ. പരിശോധിക്കാൻ അവകാശമുണ്ടല്ലോ. എവിടെയും പോയി പോലീസിന് പരിശോധിക്കാം. കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ, സോഴ്സ് ഇൻഫർമേഷൻ വെച്ചാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിന് എവിടെയും പോയി പരിശോധിക്കാം. അത് ഇവരെ പെഫ്ക പോലെയുള്ള സംഘടനയുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനയുടെ അവരുടെ റിക്വസ്റ്റിലോ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് പോലീസ് നടത്തുന്നതിന് എന്താ പ്രശ്നം? അപ്പം സിനിമാ ഷൂട്ടിങ്ങിന് ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ പോകണം. കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഓരോരുത്തർ ഈ സിനിമാ ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാകരുത്. കാരണം അത് വലിയ പണനഷ്ടം വരും. ഷൂട്ടിങ് നിർത്തിവെക്കേണ്ടി വരും. ഒരു ദിവസം ഷൂട്ടിങ് നോക്കിയാൽ എത്രയോ ലക്ഷം രൂപയാണ് അതൊക്കെ നഷ്ടം. അപ്പോൾ അത് നിർത്താതെ അല്ലെങ്കിൽ ശല്യം ചെയ്യാതെ ഷൂട്ടിങ് മുടങ്ങാതെ ആളെ പതുക്കെ സൂത്രത്തിൽ കൊണ്ടുപോകാൻ പോലീസിനും അറിയാം, എക്സൈസിനും അറിയാം. അത് പെഫ്ക പോലുള്ള സംഘടന അതിനുള്ള സഹായം ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കണ്ടില്ല അല്ലെങ്കിൽ വേറെ ആളുടെ കാര്യം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടെന്നൊരു റിലയബിൾ ഇൻഫർമേഷൻ ഉണ്ട്, അതിനകത്ത് കിട്ടിയില്ലാലും പ്രശ്നമില്ല. അതൊക്കെ വളരെ സൂത്രത്തിൽ പോലീസിന് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എക്സൈസ് കൈകാര്യം ചെയ്യാറിയാം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട. എങ്കിലും
ഇത് നമുക്ക് സിനിമയിലേക്ക് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സിനിമാ രംഗം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഓരോ കാണുന്നില്ല, എമ്പുരാനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഒരു ശാന്തമായ അന്തരീക്ഷം വേണം സിനിമയിൽ. കാരണം അതൊരു വ്യവസായമാണ്, ഇൻഡസ്ട്രിയാണ്. ഒത്തിരി പേര് പണം മുടക്കി നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഒത്തിരി പേര് അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ടെക്നീഷ്യന്മാർ ധാരാളം പേരുണ്ട്, പണിയില്ല പലർക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ എല്ലാവരും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെയുള്ളവരെ ഒന്ന് പുറത്താക്കാൻ ആ സിനിമാ ഫീൽഡിലും അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഫീൽഡിലുള്ള സംഘടനകൾ കൂടെ തീരുമാനിച്ചിട്ട് അവരെ പുറത്താക്കണം. ശ്രീ രാഹുൽ ഈശ്വർ ദയവായി തുടരുക. ശ്രീ ജോർജ് ജോസഫ് തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, അത് സാധ്യമായ കാര്യമാണോ? കാരണം ഇപ്പോൾ സംസാരിച്ച ജോസ് തോമസ് ഫെഫ്കയുടെ പ്രതിനിധിയും ഒപ്പം ശ്രീ ബൈജു കൊട്ടാരക്കരയും ശ്രീ മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് ഒക്കെ പറഞ്ഞത് ഇത്തരക്കാരെ സിനിമയിൽ വെച്ച് പൊറിപ്പിക്കരുത്, അവരെ സിനിമയുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കരുത്. പുതിയ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ സാധ്യമാണോ? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഇതിനോട് ഒരു സീറോ ടോളറൻസ് പോളിസി നമുക്ക് ഏവർക്കും വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം രണ്ട് അപ്രോച്ചസ് ആണ് നാഷണലിയും ഇന്റർനാഷണലും ഇതിൽ വാലിഡ്. അതായത് ഡ്രഗ് യൂസേഴ്സിനെ വിക്ടിംസ് കൂടിയായി കാണുന്ന, അവരും ഇതിൽ അകപ്പെട്ടു പോയവരായി കാണുന്ന ഒരു സമീപനമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഫിലിപ്പൈൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ അഗ്രസീവായിട്ട് വെടിവെച്ചു കൊല്ലണമെന്ന അപ്രോച്ചൊക്കെ ഉണ്ടായപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല, ദീസ് പീപ്പിൾ ആർ ഓൾസോ വിക്ടിംസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് പുറത്തെടുക്കുന്നത്. അവിടെയാണ് ശ്രീനാഥ് ഭാസിയൊക്കെ ബ്രില്യന്റ് അഭിനേതാക്കളാണ്, ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ് ആണ്, അവരൊക്കെ തെറ്റായ മാതൃകകൾ കൊടുക്കും. അപ്പോൾ ഒരുപാട് തലങ്ങളിലുള്ള ഇന്റർവെൻഷൻ ഉണ്ട്. ഇനി നമ്മൾ കുറെ കൂടെ സാങ്കേതികമായി പറഞ്ഞാൽ ഡിമാൻഡ് സൈഡ്, സപ്ലൈ സൈഡ്, രണ്ട് രീതിയിലുള്ള ഇന്റർവെൻഷൻസ് വരുന്നുണ്ട്. അതിൽ ഡിമാൻഡ് സൈഡിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് ഗവൺമെന്റ്, പോലീസ് പോലുള്ള ഏജൻസികളിലാണ്. സപ്ലൈ സൈഡിൽ ഇടപെടാൻ കഴിയുന്ന ഗവൺമെന്റ്, പോലീസ് പോലുള്ള ഏജൻസികളാണ്. എന്നാൽ ഡിമാൻഡ് സൈഡിൽ അവയർനെസ് ക്രിയേഷൻ, നിയമം മൂലമുള്ള ബോധവൽക്കരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പോലീസിന്, പൊതുസമൂഹത്തിനൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നാർക്കോട്ടിക്സ്. ലാലേട്ടൻ പണ്ടത്തെ സിനിമയെ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ, കോളേജ് ലെവലിൽ അടക്കം ഒരു ഇന്റർവെൻഷൻ വേണം. കാര്യം പല MDMA ഹോളും ഇന്ത്യയിൽ നടക്കുന്നതിൽ വൺ ഓഫ് ദി ടോപ്പ് കേരളത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഇഷ്യൂ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. ഫസ്റ്റ് കൺസംഷൻ ഏജ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അതായത് ആദ്യം ഡ്രഗിനോട് ഇന്റർഫേസ് കുട്ടികൾക്ക് വരുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അപ്പം സീരിയസ് ആയ ഒരു പ്രശ്നം ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ഈ സിനിമയെ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇത് ഇംപ്രഷനബിൾ ഏജ് എന്ന് പറയുന്ന ഒരു 13 മുതൽ 20 വരെയുള്ള ഏജിലെ ആൾക്കാർ, സിനിമാ താരങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള അട്രാക്ഷൻ കൂടും. അതാണ് സെൻസ് ഓഫ് മെച്യൂരിറ്റിയും തോന്നും. ഞാനും അങ്ങുമൊക്കെ ചെറുപ്പാലത്ത് പഠിച്ചിരുന്നപ്പോൾ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു ലേഖനം വായിച്ചു കാണും. അതിൽ നമ്മളോട് പറയുന്നത് സിഗരറ്റ് വലിച്ചാൽ നീ വലിയ ഹീറോ ആവുമെന്ന് തെറ്റിദ്ധരിക്കുന്ന സിനിമകൾ വരുന്നതിനെ കുറിച്ചാണ്. ഇന്ന് ആ സിഗരറ്റും മദ്യവും ഒക്കെ പോയി MDMAയും LSDയും ഈ സിന്തറ്റിക് ഡ്രഗ്സും ഒക്കെ വരുമ്പോൾ വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. അവിടെയാണ് പോലീസിംഗ്, അവയർനെസ്, മീഡിയ ഇന്റർവെൻഷൻ, ഒരുപാട് കൗൺസിലിംഗ്, മെന്ററിംഗ് തുടങ്ങിയ മൾട്ടി പ്രോങ് അപ്രോച്ച് ഇതിന് വേണം. ഇതിൽ യാതൊരു വിഭാഗീയതയും കാണിക്കരുത്. ഇതിൽ യാതൊരു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ലഹരി നമ്മളെ നശിപ്പിക്കുമെന്ന തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവരും ഈ വിഷയത്തിൽ കൈകോർക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഈ പ്രശ്നങ്ങൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ തുടർച്ചയായി കേസുകളിൽ പെടുന്ന നടന്മാരുണ്ട്, അവരെ ഒഴിവാക്കി നിർത്തി സിനിമ പോകുന്നില്ല. 2015 ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ സ്പോട്ടിൽ പിടിക്കപ്പെട്ട ആളാണ്. ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലൊക്കെ കുറ്റവിമുക്തനായി തിരിച്ചു വരുന്നു. അതിനുശേഷം സിനിമയിലൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം നമുക്കറിയാം. ഒരുപാട് സിനിമകളിൽ നായകനാകുന്നു, സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ആളായി മാറുന്നു. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസി പിടിക്കപ്പെട്ടത് പ്രയാഗമാട്ടിനൊപ്പം, ആ കേസിലും പ്രതികളാക്കാൻ പോലീസ് സംവിധാനം തയ്യാറായില്ല. അങ്ങനെ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവമാണോ, നമ്മുടെ ലൂപ്പ് ഹോൾസ് ആണോ? അതൊക്കെയാണല്ലോ പ്രശ്നം. അല്ല, അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ശ്രീ ജോസ് തോമസിന്, ശ്രീ ബൈജു കൊട്ടാരക്കരയൊക്കെ വ്യത്യസ്ത സിനിമാ സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ഇടയിൽ തന്നെ ഇന്റേണൽ ആയിട്ട് അത്തരം കമ്മിറ്റികളും മെന്ററിങ്ങും ഒക്കെ വേണം. പിന്നീട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇവരെല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 30 വയസ്സിനോ 35 വയസ്സിനോ താഴെയുള്ളവരാണ്. അപ്പോൾ ഇവരെ അടിച്ചകറ്റി കളയുകയല്ല, ചേർത്ത് നിർത്തി നന്നാക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ സമൂഹത്തിനുണ്ട്. നമുക്കറിയാം, സഞ്ജയ് ദത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരമാണ്. മഹാനായ സുനിൽ ദത്തിന്റെയും നർഗിസിന്റെയും മകനാണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരം രൺബീർ കപൂർ. ഇവര് രണ്ടും ഡ്രഗ്സിലൂടെ കടന്നുപോയ വ്യക്തിത്വങ്ങളാണ്. അല്ലെങ്കിൽ ഫർദീൻ ഖാനെ കൊക്കൈനുമായിട്ട് പിടിക്കുകയുണ്ടായി. ഫർദീൻ ഖാൻ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഞാനൊരു ഹൈ പ്രഷർ ഫീൽഡിൽ നിൽക്കുകയാണ്, അങ്ങനെ ഞാൻ ഇതിൽ പെട്ടുപോയതാണെന്നൊക്കെയാണ്. അപ്പോൾ
ഈ യങ്സ്റ്റേഴ്സ് ഗ്ലാമർ ഇൻഡസ്ട്രി, ഗ്ലിറ്റ്സ് ഇൻഡസ്ട്രി, ഫാഷൻ, ഈ കാണുന്ന എക്സ്ട്രാവഗൻസയിൽ വരുന്നവർ ചിലപ്പോഴെങ്കിലും വഴി തെറ്റി പോവുകയാണ്. അപ്പൊ ഈ വഴി തെറ്റുന്നവരെ നമ്മൾ വില്ലന്മാരായിട്ടല്ല എടുക്കേണ്ടത്, പകരം വഴി തെറ്റിയവരും കൂടി ഇരകളാണ് എന്ന തിരിച്ചറിവിൽ. ഡ്രഗ് പെഡലേഴ്സ് വേറൊരു കേസ് തന്നെയാണ്. പക്ഷേ സഞ്ജയ് ദത്ത് ആകട്ടെ, രൺബീർ കപൂർ ആകട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ഫർദീൻ ഖാൻ ആകട്ടെ, ഇവരെയെല്ലാം മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു നീക്കം നമ്മൾ നടത്തണം. ഇവരെ അകറ്റി കളയുന്നതിലല്ല, ചേർത്ത് നിർത്ത് പരിഷ്കരിച്ച് നന്നാക്കുക എന്നൊരു സമീപനം. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് സിനിമയിലെ ആക്സസ് ഇല്ല. പക്ഷെ സിനിമാ രംഗത്ത് ഇരിക്കുന്ന രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടാണ് അവരടക്കം, അല്ലെങ്കിൽ നമ്മുടെ അമ്മയടക്കം, ഫെഫ്കെ അടക്കമുള്ള സംഘടനകൾ ഇടപെട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നന്നാക്കുക, ചേർത്ത് നിർത്തുക, റിഫോം ചെയ്യുക, പരിഷ്കരിക്കുക കൂടെ വേണം. കാര്യം ഇവരില്ലെങ്കിൽ സംഭവിക്കുക എന്താ അറിയാമോ? ഇവർക്ക് സിനിമ കിട്ടുന്നില്ല, സിനിമയെ അകറ്റി നിർത്തുന്നു, ഇവർ കൂടുതൽ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകും. അത് പിന്നെ ഒരു ലൂപ്പായി മാറും. അതായത് ജീവിത പരാജയങ്ങളിൽ നിന്ന് ഒടിച്ചോടാൻ അവർ വീണ്ടും കൂടുതൽ ഡ്രഗ്സിലേക്ക് പോകും. ആ ഡ്രഗ്സ് കാരണം അവർക്ക് വീണ്ടും പരാജയങ്ങളിലേക്ക് പോകും. അതൊരു ഫെയിലിയർ ലൂപ്പായി, അല്ലെങ്കിൽ സ്പൈറൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു കാര്യമായി മാറും. അപ്പോൾ ഇവരുടെ ജീവിതവും നന്നാക്കാൻ ശ്രീനാഥ് ഭാസിയും ഒക്കെ എല്ലാം അറിയുന്നത് പോലെ ഗംഭീര പെർഫോമറാണ്. ഷൈൻ ടോം ചാക്കോ ഗംഭീര പെർഫോമറാണ്. അപ്പൊ അവിടെയാണ് ഇവരെ നന്നാക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി മലയാള സിനിമ എന്ന വലിയ കുടുംബം ഏറ്റെടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, അത് ആ ഒരു ഇതിനോട് എങ്ങനെ താങ്കളുടെ പ്രതികരിക്കുന്നു? കാരണം ഈ പറഞ്ഞതുപോലെ ഇവര് നല്ല നടന്മാരാണ്, മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്, ഉഗ്രൻ പെർഫോമേഴ്സാണ്. പക്ഷെ അവർക്കുള്ള വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ അവരെ കൂടെ നിർത്തി ഇരയായി കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുമോ? രജിത്തെ, എത്ര വലിയ നടന്മാരായാലും തലയ്ക്ക് മീതെ വന്നാൽ വെട്ടുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നല്ല കുഞ്ഞുങ്ങളാക്കി കൊണ്ടുവരാൻ വേണ്ടി നേരത്തെ ശ്രമിച്ചതാണ് ഈ ഷൈൻ ടോം ചാക്കോയെയും അതുപോലെ തന്നെ ഈ ശ്രീനാഥ് ഭാസിയെയും. ഇവിടെ സംഘടനകൾ ആരും എതിരൊന്നുമല്ല ഇവരെ ഒന്നും പുറത്താക്കുന്നതിന്. നേരത്തെ എന്റെ പ്രിയ സ്നേഹിതൻ ജോസ് തോമസ് പറഞ്ഞതുപോലെ ഫെഫ്കയ്ക്കൊന്നും ആരും എതിരൊന്നുമല്ല, ഫെഫ്കയ്ക്ക് എതിരുമല്ല. ഈ സംഘടനകളുടെ ജാഗ്രതാ സമിതി എന്ന് പറയുന്ന സത്യത്തിൽ ഒരു പൊള്ളത്തരമാണെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇതിലൂടെ പറയുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. ഈ സംഘടനകൾ ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കി വെക്കും. അത് സ്ത്രീപീഡനത്തിനാണെങ്കിലും ശരി, ഡ്രഗ്സിനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ഈ ജാഗ്രതാ സമിതി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരാൾ ഒരു കാശ് മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് അവരുടെ കൂടെ തന്നെയുള്ള ആളുകളെ വെച്ചൊരു ജാഗ്രതാ സമിതി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു കാരണവശാലും ഇതിനകത്തെ ഈ തെറ്റുകാരെ അവർക്ക് എന്തെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ അവരാരും ശ്രമിക്കത്തില്ല. ഇന്ന് അവരെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ചരിത്രവും ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രയാഗ മാർട്ടിനെയും ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ഈ കഴിഞ്ഞിടയ്ക്കാണ് പിന്നെ ഒരു പാർട്ടിയിൽ പിടിച്ചത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? പ്രയാഗ മാർട്ടിന് ഇപ്പോഴും നാട്ടിലെ പട്ടി അടിച്ച് കുറേ ഒരു പാൻറ് ഇട്ടുകൊണ്ട് ഇപ്പോഴും നടപ്പുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഇയാളുടെയൊക്കെ ഇന്റർവ്യൂ കാണാൻ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, അതിപ്പോ പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ ഒരു കാരണവശാലും ഈ ഇൻഡസ്ട്രിക്ക് പേര് ദോഷം വരരുത്. അത് മാത്രമല്ല രഞ്ജിത്തെ, ഈ കഴിഞ്ഞ വർഷം എല്ലാവരും ഇവിടെ വായിച്ചറിഞ്ഞാണ്, ജോസ് തോമസിനൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, 1200 കോടി രൂപയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നഷ്ടം. പക്ഷെ സിനിമകൾ ഇഷ്ടം പോലെ ഇറങ്ങുന്നു. ഈ പറയുന്ന ഈ MDMA-യും ഈ പിന്നെ സ്റ്റാമ്പും ഒക്കെ വിൽക്കുന്ന ആളുകളെ, രാസലഹരി വിൽക്കുന്ന ആളുകളെയും ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ വെച്ചിട്ട് ഇഷ്ടം പോലെ സിനിമ ഇറങ്ങുന്നു. ഇതിനാരാണ് ഈ പണം മുടക്കുന്നത്? ഒന്ന് അന്വേഷിക്കണ്ടേ? ഇവിടെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഈ 1200 കോടി രൂപ മാനത്ത് നിന്ന് പൊട്ടി വീണയല്ലോ. അതിന്റെ നിർമ്മാതാക്കൾ ആരെന്നെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഈ പണം എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ എന്താണ് ആ സിനിമയുടെ ഉദ്ദേശം? എന്താണ് ആ സിനിമകൾ നഷ്ടമായ നിർമ്മാതാക്കൾ ആരെങ്കിലും പോയി കയറെ കെട്ടി തൂക്കി ചത്തിട്ടുണ്ടോ? അവരെ വല്ലതും വീട് ലേലം വിളിച്ച് ബാങ്കുകാരെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. അപ്പൊ ഈ പണം എവിടുന്നാണ് ഇവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കാൻ വേണ്ടി വന്നേക്കുന്നത്? ഇത് അന്വേഷിക്കണ്ടേ? അപ്പൊ ഇത് കുത്തഴിഞ്ഞ ഒരു ഇൻഡസ്ട്രിയായി മാറിക്കഴിഞ്ഞു മലയാള സിനിമ ഇൻഡസ്ട്രി. യാതൊരു സംശയമില്ല. ഇവിടെ ആർക്കും എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും പണം കൊണ്ടുവന്നാൽ മതി. അതിപ്പോ സ്വർണ്ണക്കള്ളക്കടത്തായാലും ശരി, കഞ്ചാവ് വിറ്റതാണെങ്കിലും MDMA വിറ്റതാണെങ്കിലും MDMA ഉപയോഗിക്കുന്നവനാണെങ്കിലും 4 ദിവസം ലൊക്കേഷൻ വന്നില്ലെങ്കിലും ഇതൊക്കെ ഒരു ജാഗ്രതാ സമിതിയുടെയോ ഒരു സംഘടനയുടെയോ തലയെ വെച്ച് ഊരരുത്. ഇതിന് പരിപൂർണമായും നടപടി എടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം. ഇഷരാജ് സിംഗിനെ പോലുള്ള തന്റേടമുള്ള ആളുകൾ ഇറങ്ങണമെന്നേ. പോലീസിലുള്ള ആളുകളുണ്ടല്ലോ, ലൊക്കേഷൻ കയറി പരിശോധിച്ചാൽ എന്താണ് കുഴപ്പം? കൊണ്ട് കിട്ടിയില്ല പോലും, കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഒരു ലൊക്കേഷൻ കയറി പോലീസ് പരിശോധിക്കുന്നു, അല്ലെ എക്സൈസുകാർ പരിശോധിക്കുന്നു. ഷൂട്ടിംഗ് ഒരിടത്ത് നടന്നോട്ടെ, ഇപ്പുറ സൈഡിൽ കാരവനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്സൈസിനോ പോലീസിനോ കയറി പരിശോധിക്കാൻ എന്താണ് ഇത്ര കുഴപ്പം? എന്താണ്? ആർക്കാണ് ഇത്ര എതിരെ? ആർക്കാണ്? അപ്പൊ അതുകൊണ്ട് ഈ പോലീസും എക്സൈസും ഒക്കെ സിവിൽ ഡ്രസ്സിലാണെങ്കിൽ പോലും രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ
ഇത് ഇവിടെ കൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. ഈ സിനിമയിലേക്കൊക്കെ പുതുതായി വരുന്ന രാഹുൽ ഈശ്വർ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരെ കുട്ടികളാണ്, അവരെയൊക്കെ നേർവഴിക്ക് നയിക്കണമെന്ന് പറഞ്ഞല്ലോ. ശരിയാണ്. ഇനിയെങ്കിലും വരുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ ഇതിനകത്ത് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 2 കോടിയുടെ ഈ സാധനം വാങ്ങാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തത് ആരാ? ശ്രീനാഥ് വാസിയും ഷൈൻ ടോം ചാക്കോയാണെന്നാണല്ലോ എക്സൈസ് പറയുന്നത്, അല്ലേ? ഇപ്പൊ ശ്രീ ജോർജ് ജോസഫ് അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ അത് അങ്ങനെ ഇവർക്ക് വേണ്ടി കൊണ്ടു കൊടുക്കാൻ വന്നതാണെങ്കിൽ ഈ 2 കോടി രൂപയുടെ അല്ലെ ഈ കഞ്ചാവ്, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെങ്കിൽ ഇവർക്ക് 2 കോടിയുടെ കഞ്ചാവ് ഇവർക്ക് വലിച്ചു തീർക്കാന്. അപ്പൊ ഇടപാട് വേറെയാണ്. അപ്പോ ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് വരുന്ന കുട്ടികളെ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകളെ പോലും വഴി തെറ്റിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. ഒരു കാരണവശാലും അതിനൊരു മാറ്റം വരുത്തരുത്. അല്ലാതെ 100 പ്രാവശ്യം അവന്റെ ഒന്നും ചെവിയിൽ ഓതി കൊടുത്തിട്ട് ഒരു കഥയും. എത്രയും പെട്ടെന്ന് ഇപ്പൊ വെബ്കെ ആണെങ്കിലും ശരി, നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ആണെങ്കിലും ആക്ടെ ആണെങ്കിലും ആരാണെങ്കിലും ഇതിനകത്ത് സംഘടന എന്നുള്ള ഒരു വ്യത്യാസമേ വരരുത്. സംഘടനാ നേതാക്കൾ എന്നുള്ള വ്യത്യാസം ഒന്നും വരാതെ, ആരും ഇതിനെതിരെ നിൽക്കാതെ ഇങ്ങനെയുള്ള ആളുകളെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ അറുതി വരുള്ളൂ. തീർച്ചയായും. ജോസ് തോമസ്, ഇവിടെ നമുക്കറിയാം സിനിമ എല്ലാ വർഷവും സിനിമയിൽ വൻ നഷ്ടമാണെന്ന് പറയും, സിനിമയിൽ കോടികൾ നഷ്ടപ്പെടുന്നു എന്ന് പറയും. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് യാതൊരു പഞ്ഞവുമില്ല. ഓരോ മാസവും 10, 20, 25 സിനിമകൾ വെച്ച് ഇറങ്ങുന്നു. വർഷക്കണക്കാകുമ്പോൾ അത് 200-ന് മുകളിൽ പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. വലിയ പണം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാത്ത നിർമ്മാതാക്കളൊക്കെ വരുന്നു പോകുന്നു. അവർക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പല ലക്ഷ്യങ്ങളുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ സമഗ്രമായ ഒരു കണ്ണും ഒരു വിലയിരുത്തലുമൊക്കെ ഫെഫ്ക പോലുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം. എന്തിനാണ് ഇവരൊക്കെ വരുന്നതെന്നും എന്തിനാണ് 1-2 സിനിമ എടുത്ത് മടങ്ങുന്നതെന്നും ഒക്കെ അന്വേഷിക്കാൻ. ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ഡ്രഗ് കാർട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമ എമ്പുരാനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുവെങ്കിൽ പോലും അത് എല്ലാ മേഖലയിലും വ്യാപിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ വല്ലാതെ വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള പ്രവർത്തനമല്ലേ വേണ്ടത് ശരിക്കും? ഇതിന്റെ അന്വേഷണം നടത്തേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. അത് പോട്ടെ, ഇവിടെ സിനിമ എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്, ചീട്ടുകളി പോലെയാണ്. ഈ ചീട്ട് കളിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഞങ്ങൾക്കത് അടിക്കുമെന്നാണ്. പക്ഷേ നഷ്ടം വരും. ആകെ 1-2 പേർക്ക്, 10 പേര് കളിക്കുമ്പോൾ 2 പേർക്കായിരിക്കും പണം കിട്ടുക. ഈ അവസ്ഥ തന്നെയാണ് സിനിമയിലെ. ഈ 1200 കോടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അവിടെ വരുന്ന പലരും. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ചിലപ്പോൾ 1% കാണും മറ്റു ഉദ്ദേശത്തോടെ വരുന്നവർ. ബാക്കി 99% പേരും ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നാണ് എന്റെ വിശ്വാസം. സിനിമയിൽ ഞങ്ങൾക്ക് ഇത്രയും കാലമായി പ്രവർത്തിച്ചിട്ടും സിനിമ മറ്റൊരു ഉദ്ദേശത്തോടെ പണം മുടക്കാൻ വരുന്നവരുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ വീണ്ടും ശ്രീനാഥ് ഭാസിയിലേക്കും ഷൈൻ ടോം ചാക്കോയിലേക്കും വന്നാൽ, ഈ 2 കോടി രൂപയുടെ ലഹരി ഇവരാണ് മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ജോർജ് ജോസഫ് സാർ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരും അതിലുണ്ടായിരുന്നു. ചാറ്റിൽ അവരുടെ പേരുകൾ ഉണ്ടായിരുന്നു, അല്ലെ അവരുടെ ചാറ്റ് തെളിവായി കിട്ടിയിട്ടുണ്ട്. അവർക്കും ഇതിലൊരു പങ്ക് കൊടുത്തു കാണാം. ഇവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല അവർ വന്നിരിക്കുന്നത്. അത് പോട്ടെ, ഞാൻ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഇതിന്റെ ഒരു അഡിക്ഷൻ ഉണ്ട്. ഈ മദ്യത്തിന് ഒരു അഡിക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കാര്യത്തിനും ലഹരി അതിന്റെ ഒരു അഡിക്ഷനിൽ പെട്ടുപോയാൽ അവർക്കത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ പിടിച്ച് അകത്തിടണമെന്ന് പറഞ്ഞല്ലോ, 6 മാസം കാപ്പ കേസിൽപ്പെടുത്തി പുറത്താക്കണമെന്ന് പറഞ്ഞല്ലോ. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇവരെ ഡി അഡിക്ഷൻ സെന്ററിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷൈൻ ടോം ചാക്കോയിൽ ശ്രീനാഥ് ഭാസിയെയും ഡി അഡിക്ഷൻ സെന്ററിലാക്കണം. ശ്രീനാഥ് ഭാസിയുടെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അകാരണമായി പോവുകയും പിന്നെ വരാതിരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരാള് അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ പേരൻസ് സങ്കടപ്പെടുകയാണ്, അയാളുടെ മാതാപിതാക്കൾ. പിന്നീട് അവനെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ്. 3-4 ദിവസം ആ മാതാപിതാക്കൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവരും പരിതപിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ അഡിക്റ്റായി പോയിരിക്കുന്നു. അതിന് ഏറ്റവും നല്ലത് 6 മാസം ജയിലിലിടുന്നതിനേക്കാൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. അതിന് വേണ്ട ചികിത്സ കൊടുക്കണം. ഇങ്ങനെയുള്ളവരെ അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, താരങ്ങളെ മാത്രം പറയുന്നില്ല, കുറെ ടെക്നീഷ്യൻസും ഉണ്ട്, യുവാക്കളായ കുറെ ടെക്നീഷ്യൻസ്. അവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഇവരെയൊക്കെ ഓരോരുത്തരെയായി കണ്ടെത്തി. ഇപ്പൊ വയനാടൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്പോൾ തന്നെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇനി അവനെ അതിനെ ശിക്ഷിച്ചാൽ ഡിസ്മിസ് ചെയ്യും, സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളും സിനിമയിൽ വേണ്ട എന്നുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങൾക്ക്. ഇപ്പോ ബൈജു കൊട്ടാരക്കര പറഞ്ഞു ജാഗ്രതാ സമിതിയൊക്കെ ഒരു പൊള്ളയായതാണെന്ന്. ഞങ്ങളൊരു 8 മാസം മുമ്പ്
സ്ത്രീകൾക്ക് വേണ്ടി ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. ഈ ചുരുങ്ങിയ സമയത്തുള്ള 24 കേസുകളാണത് അത് പരിഹരിക്കപ്പെട്ടത്. സ്ത്രീകൾ മാത്രമുള്ള ഒരു കോർ കമ്മിറ്റിയാണ്. അപ്പോ ഇതുപോലുള്ള ജാഗ്രതാ സമിതി, ഫെഫ്ക പോലുള്ള സംഘടന കൊണ്ടുവന്നാൽ അതൊന്നും പൊള്ളയാവില്ല. കൃത്യമായും ലഹരി ലൊക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനെ അറിയിച്ചിരിക്കും. ഏത് പോലീസ് എവിടെ വന്ന് അന്വേഷിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. എത്ര സമയമെടുത്ത് അന്വേഷിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം ലഹരി ഇല്ലാതാവണം, സിനിമ ലൊക്കേഷനിൽ ഉണ്ടാവരുത്, ഈ സമൂഹത്തിൽ ഉണ്ടാവരുത്. അതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. രഞ്ജിത്ത്, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ സിനിമാ നടന്മാർക്ക് മാത്രം എന്ത് പരിഗണന എന്നുള്ളതാണല്ലോ. കാരണം ഒരുപാട് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ തൊടാൻ പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ മടിക്കുന്നത് ആ മേഖലയാണ്. അവർക്ക് ചില ഇളവുകളും പഴുതുകളും ഒക്കെ ഉപയോഗിച്ച് കൃത്യമായി ഇറങ്ങി വരാൻ സാധിക്കുന്നു. പലപ്പോഴും പറഞ്ഞ പോലെ പ്രതിപ്പട്ടികയിൽ പോലും ഇവരുടെ ആരുടെയും പേരുകൾ കാണില്ല. അത് വർഷങ്ങളായി തുടരുന്ന ഒരു സംവിധാനവുമൊക്കെയാണ്. ഇങ്ങനെ ഈ ലഹരി മേഖലയെ അത്തരത്തിൽ പോലീസ് സമീപിക്കുമ്പോൾ അടുത്ത കാലത്തെ ഒരുപാട് കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലയും സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് ഏതൊക്കെ തലങ്ങളിൽ ഇത് പോകുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അത് ഇന്നിപ്പോൾ ആലപ്പുഴയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ അത് കാര്യമായി തന്നെ നമ്മളോട് ഓഫ് ദ റെക്കോർഡായി വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ചാറ്റുകളുടെ കാര്യത്തിലുള്ള വ്യക്തതയുണ്ട്. അതൊക്കെ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഒരുപക്ഷെ ഈ പറഞ്ഞ നടന്മാരെ ചോദ്യം ചെയ്യും എന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനുള്ള ജാഗ്രത നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടാവുകയും വേണമല്ലോ. അല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ശ്രീനാഥ് ബാസിയും അതുപോലെ ഈ ടൈം ചാക്കോയും അവർ രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഞാൻ അവരുടെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ അവരോട് കൂടുതൽ അടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത്ര നല്ല ആർട്ടിസ്റ്റായ എന്താണ് ഡ്രഗ്സ് അടിച്ചെന്നുള്ളതാണ്. എന്നിട്ടും അവർ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കുട്ടികളിൽ അവരുടെ ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതുപോലെയുള്ള ഡ്രഗ്സ് അടിക്കാനും അത് സെയിൽസ് നടത്തുന്നവരും സിനിമയിൽ പ്രാമുഖ്യം കിട്ടി പല സിനിമയിലും അവർ കഥാനായകമായിട്ട് വരും. പിന്നെ നല്ല ആർട്ടിസ്റ്റുമാണ് അവർ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾ അവരിലേക്ക് ആകർഷിക്കപ്പെടും. അത് വലിയൊരു പ്രശ്നമാണ്. അതുതന്നെയല്ല, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അത് ബൈജു കൊട്ടാരക്കരയ്ക്ക് അത് അറിയാവുന്ന എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പല പ്രൊഡ്യൂസർമാരും ഡ്രഗ്സ് വിൽക്കുന്നവരാണ്. പലവരും വന്നിട്ടുണ്ട്. അവരുടെ പൈസ ഹോൾസെയിൽ പല രീതിയിലാണ്. നമ്മൾ ഇതുകൊണ്ട് നേരിട്ട് വിൽപ്പനയല്ല, അല്ലാത്ത പല രീതിയിലുള്ള സ്വീറ്റ്സ് ആയിട്ട് വിൽക്കുന്നവരുണ്ട്. അതിനകത്ത് മിക്സ് ചെയ്ത് അങ്ങനെ വലിയ പണം കിട്ടുന്നവരുണ്ട്. അവർ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പണം മുടക്കുമ്പം ഈ ഡ്രഗ്സ് അടിക്കുന്ന ഇവരെ ശ്രീനാഥ് ബാസിയെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റവരെ ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പം അതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും പണം മുടക്കുന്നവർ ഇപ്പോൾ 1200 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ ഇതിൽ വരുന്നുണ്ട്. ഒരുതപ്പെട്ട സിനിമകളെല്ലാം 10 നിലയിൽ പൊട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, ചെറിയ സിനിമ എടുക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മെയിൻ സോഴ്സുകൾ പലരും അങ്ങനെ വന്ന് ചാടുന്നവർ പലരും ഈ ഡ്രഗ്സിൻ്റെ പണം കിട്ടുന്നവർ. ഡ്രഗ്സ് മാത്രമല്ല, സ്വർണ്ണക്കടത്തുകാരും ഇതിനകത്ത് സിനിമ പ്രൊഡ്യൂസർമാരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള ഡ്രഗ്സ് അടിച്ച് കോണ് തെറ്റി നിൽക്കുന്ന നടന്മാരെ അവരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അവരെ ആ സിനിമയിലെ നായകന്മാരാക്കി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ അവർക്ക് വരുന്നുണ്ട്. അവിടെയാണ് ആ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നങ്ങൾ. അത് എങ്ങനെയാണ് ഫെഫ്കോയും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മാക്ടയൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. കാരണം അതാണ് ഞാൻ കാണുന്നതായിട്ട് ഒരു സംഭവം. അതുതന്നെയല്ല, ആലപ്പുഴയിൽ ഇപ്പം അവിടെ ഇവരെ രണ്ടുപേരുടെയും സോഴ്സ് അവർ ആ ലൈവായിട്ട് മുഴുവൻ ഇവരുടെ ചാറ്റ് മാത്രമല്ല അവരുടെ കോൺട്രാക്റ്റും പണം വന്ന ഇതെല്ലാം എനിക്ക് തോന്നുന്നത് എക്സൈസ് ഡാൻസ് ഓഫിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവരെ കൃത്യമായിട്ട് അവിടെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് അവരുടെ ആ റിസോർട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കി ഡീറ്റെയിൽസ് ഇവർ കുറേ അന്നേരം പിടിച്ചതല്ല, ഇത് നേരത്തെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു സംശയം, ഈ 2 കോടി രൂപയുടെ സാധനം വന്നാൽ അവരിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ അത് ഈ ഇൻഡസ്ട്രിയിൽ ചില പ്രൊഡ്യൂസർമാർ വന്ന് പണം മുടക്കുന്നവരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഇവരെ നായകന്മാരാക്കി രണ്ടുപേരെ വീണ്ടും സിനിമ ഫീൽഡിൽ കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുപോലെ സ്വർണ്ണക്കടത്തുകാരും ഇതുപോലെ വരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പം നമുക്ക് നമ്മുടെ സമൂഹം നഷ്ടപ്പെടുന്നു, നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുന്ന കാര്യം എല്ലാ സിനിമാ നടന്മാരെ ആരാധിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ വലിയ സിനിമയാണ് അവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഡ്രഗ്സ് അടിക്കുന്നവനെ പിടിച്ചിട്ട് എന്ത് ഒന്നും പറ്റിയില്ലല്ലോ, അയാൾ വീണ്ടും നായകനായിട്ട് വരികയല്ലേ. അപ്പോൾ അവർക്ക് ഈ ഡ്രഗ്സ് അടിക്കുന്ന വലിയൊരു കുറ്റബോധം തോന്നത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്.
അപ്പം നമ്മൾ എന്ത് പാടുപെടുന്നു, കുട്ടികൾ വയലൻസ് കാണിച്ചിട്ട് എത്ര പേരെയാണ് കൊല്ലുന്നത്, അപ്പനെയും അമ്മയും കൊല്ലുന്നു, അത് എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിയേ പറ്റുള്ളൂ. കാരണം അവരെ മാറ്റി നിർത്തുമ്പോൾ ഇതുപോലെ വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ പൈസ കൊണ്ട് സിനിമ എടുക്കാൻ വരുന്നവർ ഒഴിവായി പോകും. കാരണം ഇവരെ പോലെ ഉള്ളവരെ നമുക്ക് വേണ്ടാന്ന് തന്നെ പറയാം. എത്ര നല്ല ആർട്ടിസ്റ്റ്. രാഹുൽ ഈശ്വരോട്, രാഹുൽ, ഇരയായി കണ്ടുകൊണ്ട് നന്നാക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത് പലതവണ ഇത്തരം കേസുകൾ പിടിക്കപ്പെട്ടവരാണ്. ഇവരെയൊക്കെ നന്നാക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചാണ്. ശ്രീ ജോസ് തോമസ് പറഞ്ഞതുപോലെ മാതാപിതാക്കൾ പോലും ലൊക്കേഷനിൽ വന്ന് നിന്ന് ഷൂട്ടിംഗ് നടത്തിക്കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവരൊക്കെ ബന്ധപ്പെട്ട്. നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതും ശ്രീ ബൈജു കൊട്ടാരക്കര പറഞ്ഞതും അവരുടെ ആർജവത്തോടും സ്പിരിറ്റിനോടും പൂർണ്ണമായി യോജിക്കുന്നു. എന്നാൽ നേരത്തെ ജോസ് തോമസ് സാർ സൂചിപ്പിച്ച ഒരു സമീപനം ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നിയമം തന്നെ എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനം, ഞങ്ങളെല്ലാം നിയമം പഠിക്കുമ്പോൾ റിഫോർമേറ്റീവ് തിയറി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നിയമം തന്നെ ഒരാളെ പരിഷ്കരിക്കാനാണ്, നന്നാക്കാനാണെന്നാണ്. നമ്മുടെ വിശുദ്ധ പുസ്തകങ്ങളും എല്ലാം പറയുന്നത് അതാണ്. അതായത് 100 ആടുകൾ ഉണ്ടെങ്കിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ ഇടയൻ ചെയ്യുന്നത് 99 ആടുകളെയും സേഫാക്കി നിർത്തി ആ ഇടയനെ, ആ ഒരു നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നതാണ് പത്തായ സുശേഷം ബൈബിൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ആ സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ വരുന്ന യുവാക്കളെയും യുവതികളെയും, ശരിയാണ്, നമുക്ക് പലപ്പോഴും ദേഷ്യം തോന്നും. ഇപ്പൊ ഷൈൻ ടോൺ ചാക്കോ എത്രാമത്തെ തവണയാണ് സംഭവിക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. 10 വർഷം മുമ്പ് 2 പെൺകുട്ടികളായിരുന്നു ഇതിൽ 1-ാം പ്രതികൾ. ആ 1-ാം പ്രതികളോടൊപ്പം ഷൈൻ ടോൺ ചാക്കോയെ പിടിച്ചു. പിന്നീട് ഒരു വിവാദം ഉണ്ടായി. വീണ്ടും വരുമ്പോൾ നമുക്ക് അലോരസം ഉണ്ടാകുന്നതും നമുക്ക് മടുപ്പുണ്ടാകുന്നതും സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി സമാനമായ ചില കോൺട്രവേഴ്സീസ് ഉണ്ടായി. ചില ആൾക്കാരോട് മദ്യപിച്ചിട്ടെന്നോ അല്ലെങ്കിൽ ലഹരിയുടെ ഇൻഫ്ലുവൻസിൽ മോശമായി പെരുമാറിയുന്നുണ്ടായി. അവിടെയാണ് ജോർജ് ജോസഫ് സാറിനോടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ആകട്ടെ, നിയമ സംവിധാനമാകട്ടെ, സിനിമയുടെ ഉള്ളിലുള്ളവരാകട്ടെ, ഇവരെ നന്നാക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം എന്നുള്ളതാണ് കാര്യം. ഇവരുടെയും വ്യക്തിപരമായ ജീവിതം അല്ലെങ്കിൽ കൂടുതൽ നാശങ്ങളിലേക്കേ പോവുള്ളൂ. ഇവിടെയാണ് നമുക്ക് ഒരു വശത്ത് അതിശക്തമായ പോലീസിംഗ് വേണം. അവിടെയാണ് നമ്മൾ ഈ സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും പറയുന്നത്. അതായത് സപ്ലൈ സൈഡ് എന്ന് പറയുന്ന പലതും ഡ്രഗ് കാർട്ടൽസ് ആണ്. അതായത് ആൾക്കാരെ നശിപ്പിക്കാൻ, ലാഭം ഉണ്ടാക്കാൻ, അവരുടെ ഡ്രഗ്സ് വിറ്റ് ഒരു നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, കേരളത്തെ അടക്കം ബോധപൂർവമായി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പോലും ശ്രീ രമേശ് ചെന്നിത്തല ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായിരുന്നു. അതായത് കുട്ടികളെ മയക്കുമരുന്നിൽ നടക്കം പിന്തിരിപ്പിക്കാനുള്ള പോലീസുമായി ചേർന്നൊരു പദ്ധതിയുടെ ഭാഗം. അവൻ കേരള ഗവൺമെന്റിന് സംശയം തന്നെ ഉണ്ടായിരുന്നു. ചില വിദേശ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാഫിയകൾ നമ്മുടെ കേരളത്തെ അടക്കം ടാർഗറ്റ് ചെയ്യുന്നു. ബാംഗ്ലൂർ വഴിയും മംഗലാപുരം വഴിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ പോലീസുമായിട്ട് ചേർന്ന് നമ്മൾ 420ഓളം കോളേജിൽ പരിപാടി ചെയ്തു. അതോടൊപ്പം അന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ കുട്ടികളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ തന്നെ ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്ക്, ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഗാദറിംഗ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക. കാര്യം ഈ പെട്ടുപോകുന്ന പല ആൾക്കാരും ഇതിനകത്തുണ്ട്. അവരെയെങ്കിലും രക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണം. കാര്യം പലപ്പോഴും ഇവരെ ജയിലിലും മറ്റു വിടുകയാണെങ്കിൽ സ്റ്റിഗ്മകൾ ഉണ്ടാവും. നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കര വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ സിവിലിയൻ ഡ്രസ്സിൽ പോലീസ് പോയി ചെക്ക് ചെയ്യണം. കാര്യം സിനിമ ബ്രാൻഡ് സെൻസിറ്റീവ് ആണ്. ഉദാഹരണം, ഏതെങ്കിലും ഒരു സിനിമയുടെ സെറ്റിൽ ഒരു ലഹരിയുടെ ഒരു വേട്ട ഉണ്ടായിരിക്കട്ടെ, പരിശോധന ഉണ്ടായിരിക്കട്ടെ, എല്ലാ ചാനലുകളും ഈ സിനിമയെക്കുറിച്ച് അങ്ങനെയല്ലേ പറയൂ. ഇന്ന സിനിമയുടെ ABC എന്ന സിനിമയുടെ സെറ്റിൽ ലഹരി വേട്ട എന്നല്ലേ പറയൂ. ആ സിനിമയ്ക്ക് നാളെ OTT കിട്ടാനുള്ളതാണ്, ആ സിനിമയ്ക്ക് നാളെ കൂടുതൽ പ്രൊഡ്യൂസറിന്റെ ആളെ കൊണ്ടുവരാനുള്ളതാണ്. അപ്പൊ സിനിമ ഒരു ബ്രാൻഡ് സെൻസിറ്റീവ് ഏരിയയാണ്. അപ്പൊ അത്തരം ബ്രാൻഡ് സെൻസിറ്റീവ് ഏരിയകളിൽ ഈ യുവാക്കളെ കഴിയുന്നത്ര, ഇപ്പൊ ഹാർഡ് കോർ ക്രിമിനൽസിനെ ഒന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഒരു 10% ഒരു കാരണവശാലും നന്നാക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി വരുന്ന 80-90% ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന മഹാഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മളാൽ കഴിയുമെങ്കിൽ പലതവണ ശ്രമിച്ച് ആ തേങ്ങയെ ഇപ്പുറത്തോട്ട് തട്ടിയിടാൻ ശ്രമിക്കണം. അപ്പുറത്തോട്ട് തട്ടിയിട്ടാൽ അവരുടെ ജീവിതങ്ങളായിരിക്കും നമുക്ക് നഷ്ടമാകുക. ഇത് തന്നെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും വേൾഡ് ഓവർ WHO ഒക്കെ സമീപനം ഇങ്ങനെ തന്നെയാണ്. WHO US ഗവൺമെന്റിന്റെ ഒക്കെ സമീപനം ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ മറുഭാഗത്തെ സമീപനമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഫിലിപ്പൈൻസ് അടക്കമുള്ള രാജ്യത്ത്. അവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500ഓളം പേരെ വെടിവെച്ച് കൊല്ലുന്നൊരു സമീപനം ഉണ്ടായി. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം വന്നപ്പോ ഈ ഡ്രഗ് പെഡലേഴ്സിനെ അടക്കം ഡ്രഗ് യൂസേഴ്സിനെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സമീപനം ഉണ്ടായി. ബറാക്ക് ഒബാമ ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ അദ്ദേഹം ഇടപെട്ടത് ചെയ്യരുതെന്ന് പറയുകയുണ്ടായി. അവിടെയാണ് നമ്മൾ എടുക്കുന്ന സമീപനം ഇത് വളരെ പ്രധാനമാണ്. ഈ സിനിമ പോലെയല്ല, സിനിമയിൽ കാണിക്കുന്ന പോലെ നമ്മുടെ കബൂക്ക ഗാങ്ങിനെ ലാലേട്ടനങ്ങ് ബോംബിട്ട് കൊല്ലാൻ കഴിയുന്നത് പോലെ അല്ലല്ലോ യഥാർത്ഥ ജീവിതം. അപ്പൊ യഥാർത്ഥ ജീവിതത്തിൽ ഇടയ്ക്ക് പെട്ടുപോകുന്നവരുണ്ട്. ചില ആൾക്കാർ വൺ ടൈം യൂസ് കഴിഞ്ഞ് ബ്ലാക്ക് മെയിലിംഗിന് വിധേയരാകുന്നവരുണ്ട്. അതായത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബ്ലാക്ക് മെയിലിന്റെ വിധേയമാകുന്നവരുണ്ട്. ചില പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇന്റലിജൻസ് സംവിധാനം ശക്തമാക്കണം. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഗവൺമെന്റിന്റെ ഇടപെടൽ ഇതിൽ വളരെ പ്രധാനമാണ്. ഗവൺമെന്റ് അതിനുവേണ്ടി അതിശക്തമായ ഇടപെടൽ ഉണ്ടാകുകയും അതോടൊപ്പം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, മീഡിയ ഓർഗനൈസേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, സ്കൂള്, കോളേജ്, ഇവരിലടക്കം ഒരു
അവയർനെസ് ഉണ്ടാക്കുകയും ചെയ്യണം. ഇത് വളരെ സീരിയസ് ആയി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ ആണ്. തീർച്ചയായും ശ്രീ ബൈജു കൊട്ടാരക്കര, അങ്ങനെ ഇപ്പോൾ 1-2 പേരുടെ മാത്രം പ്രശ്നം കൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊന്നും ഉപയോഗിക്കാത്ത മാന്യമായി ഈ തൊഴിൽ ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. അവർക്ക് കൂടി ഈ പറഞ്ഞ ആളുകളുടെ പേരിലുള്ള പേരുദോഷം എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ പിടിക്കപ്പെടുന്നു, മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ. അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുണ്ട്. അപ്പോൾ 1-2 ആളുകളുടെ പേരിൽ മാത്രം മുഴുവൻ സിനിമ ഇൻഡസ്ട്രിയെയും സംഘടനകളെയും നമ്മൾ താറടിക്കുന്നതും ശരിയല്ല. അല്ല, നമ്മള് ഇൻഡസ്ട്രിയിലെ സംഘടനകളെ താറടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ താരങ്ങളെ താറടിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഈ 1-2 പേര്, അതായത് ഈ ഷൈൻ ടോം ചാക്കോ, അതേപോലെ തന്നെ പ്രയാഗ മാർട്ടിന്, ഈ പറഞ്ഞ ശ്രീനാഥ് ബാസി, ഇവരൊക്കെ പല പ്രാവശ്യം പോലീസിന്റെ പിടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അല്ലേ? ഈ പിടിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ 1, 2, 3 തവണ കഴിഞ്ഞു, വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വീണ്ടും വെച്ചു പൊറപ്പിക്കണം എന്നാണോ പറയുന്നത്? ഇവരെയൊക്കെ വീണ്ടും ഇൻഡസ്ട്രിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അപകടമാണ് വീണ്ടും ഉണ്ടാകാൻ പോകുന്നത്. ഇവരെയൊന്നും ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഒന്നും ഒരിക്കലും പറഞ്ഞാലൊന്നും ഇവരാരും നന്നാവില്ല. ജോസഫ് പറഞ്ഞ പോലെ വല്ല റീ അഡിക്ഷൻ സെന്ററിൽ വല്ല കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഉള്ളവരോട് ചിലപ്പോൾ നശിച്ചു പോകും. ഈ രീതിയിലാണെങ്കിൽ അങ്ങനെ വരാൻ വഴിയുള്ളൂ. കാരണം ഇത്രയും ഇതാക്കിയിട്ട്, കാരണം സിനിമ എന്ന് പറഞ്ഞൊരു ഗ്ലാമറിന്റെ ഫീൽഡാണ്. ഈ ഗ്ലാമറിന്റെ ഫീൽഡിൽ ഇതിനകത്ത് ഈ MDMA അടിച്ചുകൊണ്ടൊരുത്തൻ അഭിനയിക്കുന്നു. നേരത്തെ പറഞ്ഞത് തന്നെ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് തന്നെ കറക്റ്റ്. ഗ്ലാമറിന്റെ ഇതിനകത്ത് ഈ MDMA അടിച്ചുകൊണ്ടൊരുത്തൻ അഭിനയിക്കുന്നു. അവന് കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല നടനാണ്. എത്ര വലിയ നടനാണെങ്കിൽ എന്താ, ഈ വരുന്ന പുതുതലമുറയും കൂടെ നിൽക്കുന്ന ആളുകളെയും ഒക്കെ ഇത് അലോസരപ്പെടുത്തുകയല്ലേ, അവരെ കൂടി ഇതിലേക്ക് ആകർഷിക്കുകയല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും കോളേജിലെ കുട്ടികളെയൊക്കെ ഇതിനകത്ത് ആകർഷിക്കുകയല്ലേ ഇതിനകത്ത്? അതെന്തുകൊണ്ടാ? ഗ്ലാമറിന്റെ ഫീൽഡിൽ ഗ്ലാമറസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നു. പിന്നെന്താ ഞങ്ങൾക്ക് ആയിക്കൂടാ എന്നൊരു യുവ മനസ്സുകൾക്ക് ഇത് തോന്നിയാൽ ആർക്കെങ്കിലും തടുക്കാൻ പറ്റൂ? എന്റെ സുഹൃത്ത് ജോസഫ് മുമ്പേ പറഞ്ഞ പോലെ പറഞ്ഞു, ജാഗ്രത സമിതി 25ഓളം കേസുകൾ ഒത്തുതീർപ്പാക്കിയെന്ന്. എങ്ങനെ ഒത്തുതീർപ്പാക്കി? ഈ രാജ്യത്തെ നിയമമൊന്നുമില്ലേ? എത്ര കേസുകൾ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഈ ജാഗ്രത സമിതി എത്ര കേസുകൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്? ജോസഫ് സാർ ഒന്ന് വ്യക്തമാക്കാമോ? അതുകൊണ്ട് ഈ ജാഗ്രതാ സമിതി എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നില്ല, ഞാൻ ഇപ്പോഴും പറയുന്നു അത് പൊള്ളയായ കാര്യം തന്നെയാണ്. ശരി, ഇപ്പോഴും സിനിമകളിൽ പല ലൊക്കേഷനുകളിൽ നടക്കുന്ന പല കേസുകെട്ടുകളും, സ്ത്രീ പീഡനം ഉൾപ്പെടെ ഇപ്പോഴും കഥകൾ പുറത്തു വരുന്നു. കഥകളല്ല, അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഈ മാക്ടാബിഡൻസ് ഓഫീസിൽ വരെ ഫോൺ കോളുകൾ വരുന്നു. കാരണം എനിക്കറിയാം അത് അങ്ങനെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഈ ജാഗ്രതാ സമിതി അല്ല വേണ്ടത്. അതാത് സ്ഥലത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സർക്കിൾ ഇൻസ്പെക്ടർ കുറെ, അതായത് SHO പോലുള്ള ഒരാളും അവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഉൾപ്പെടെയുള്ള ഒരു ടീമിനെയാണ് വെക്കേണ്ടത്. ശരി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലൊക്കേഷൻ, ഇപ്പൊ കൊച്ചിയിൽ ഒരു ലൊക്കേഷൻ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ ആ ഏരിയയുള്ള ആ സർക്കിളിന്റെ ഏരിയയിലുള്ള ആ SHO ചുമതലപ്പെടുത്തട്ടെ. ശരി, ശ്രീ സിനിമയ്ക്കുള്ളിൽ മാത്രം ഇരുന്നുള്ള ഈ ജാഗ്രതാ സമിതിയുടെ നിരീക്ഷണവും ഇടപെടലും ഒക്കെ കൊണ്ട് മാത്രം എഫക്റ്റീവ് ആകുമോ എന്നുള്ള പ്രശ്നം കൂടി ഉണ്ട്. രഞ്ജിത്തെ, അത് ബൈജു കൊട്ടാരക്കരയുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഞങ്ങളുടെ 24 കേസ് തീർത്തു എന്ന് പറയുന്നത്. അത് പോലീസിലേക്ക് പോകേണ്ട കേസ് കൃത്യമായി പോലീസിലേക്ക് വിടും. തൊഴിൽ തർക്കങ്ങൾ വന്നാൽ ഇവിടെ തീർക്കും, സംഘടനയെ തീർക്കും. പോലീസ് ഇടപെടേണ്ടത് പോലീസിലേക്ക് തന്നെ പോകല്ല, ഞങ്ങൾ അവിടെ ഒതുക്കി തീർക്കുകയല്ല. അത്തരം കേസുകൾ 8ഓളം കേസുകൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്, പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഉണ്ടാക്കുന്നതല്ല, വെറുതെ പറയുന്നതല്ല. അതിപ്പോ പുറത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ കുറ്റം പറയാം. ഞാൻ പറയുന്നത് അതല്ല. ഇപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പല പ്രൊഡ്യൂസേഴ്സും വരുന്നത് ഇതുപോലുള്ള ലഹരി കച്ചവടം നടത്തുന്നതിനും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അവരാണ് ഇവരെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുന്നത് എന്ന് ജോർജ് ജോസഫ് സാർ ഒരു നിഗമനം നടത്തി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. അത് അവരെ കണ്ടുപിടിക്കേണ്ടവരാണ്. അത് ഞാൻ പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നവരും കച്ചവടം ചെയ്യുന്നവരും 2 വിഭാഗമല്ലേ? ഈ കച്ചവടം ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. തീർച്ചയായും. ദയവായി ക്ഷമിക്കണം, സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്. നന്ദി ശ്രീ ജോസ് തോമസ്, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ബൈജു കൊട്ടാരക്കര, രാഹുൽ ഈശ്വർ ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും സിനിമാ മേഖല വീണ്ടും സംശയനിഴലിലാവുകയാണ്. ആലപ്പുഴയിൽ പിടികൂടിയ ലഹരി കച്ചവടക്കാരിക്കും ഏറ്റവും അടുത്ത ബന്ധം സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകളുമായി ആണ് എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നത്. ചർച്ച പൂർത്തിയാകുന്നു. നമസ്കാരം.